അല്ലു അർജുനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ 2 ദി റോൾ എന്ന സിനിമ 10ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് സിനിമയുടെ 9ാം ദിവസമാണ് തിയേറ്ററുകളിൽ. സിനിമയുടെ ഇന്നലെ വരെയുള്ള 8 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനും ഒപ്പം ഇന്നത്തെ 9ാം ദിവസത്തെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനും വന്നിരിക്കുകയാണ്. അല്ലു അർജുനുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് കഴിഞ്ഞ ഒരുപാട് ദിവസമായിട്ട് വന്നുകൊണ്ടിരുന്ന മൈത്രി മൂവി മേക്കേഴ്സിന്റെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ 8 ദിവസത്തെ കളക്ഷൻ ഇനിയും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഒഫീഷ്യൽ കളക്ഷൻ വരികയായിരുന്നെങ്കിൽ 1100 കോടിയിൽ പരമുള്ള പോസ്റ്റർ ആയിരുന്നു നാം പ്രതീക്ഷിച്ചത്. ഇനി സിനിമയുടെ ട്രാക്കേഴ്സ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ 8 ദിവസങ്ങൾ വരെയുള്ള സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 1058 കോടി പിന്നിട്ടിരിക്കുകയാണ്. ഇന്നലെ 46 കോടിയിൽ പരം വേൾഡ് വൈഡ് ഗ്രോസ് വന്ന സിനിമയ്ക്ക് ഇന്നലത്തെക്കാളും മികച്ച ബുക്കിംഗ് നടക്കുന്നു എന്ന് അറിയാനായിട്ട് കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് മാത്രം 50-60 കോടി റേഞ്ചിൽ വെള്ളിയാഴ്ച വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സിനിമയുടെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നത്തോടെ 1100 കോടി കടക്കുകയാണ്. അതേസമയം നാളെ സിനിമയുടെ അടുത്തൊരു ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ വരികയാണെങ്കിൽ 1150 കോടിക്കപ്പുറമുള്ളൊരു പോസ്റ്ററാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒഫീഷ്യൽ കളക്ഷനും ട്രാക്കേഴ്സ് കളക്ഷനും അറിയാനായിട്ട് കാത്തിരിക്കാം. ഇനി അവസാനമായിട്ട് നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായ നമ്മുടെ കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ സിനിമയ്ക്ക് ഇന്നും കളക്ഷൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 19 ലക്ഷത്തിൽ പരമായിരുന്നെങ്കിൽ ഇന്ന് 15 ലക്ഷത്തിൽ പരമാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നലെ സിനിമയ്ക്ക് 40 ലക്ഷത്തിൽ താഴെ കേരള ഗ്രോസ് ആയിരുന്നെങ്കിൽ ഇന്ന് 30 ലക്ഷത്തിൽ പരം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 15 കോടി 75 ലക്ഷത്തിലേക്ക് എത്തപ്പെടുന്നതാണ്. അങ്ങനെ വൻ നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായ പുഷ്പ 2 കേരളത്തിലും 15 കോടി കടന്നിരിക്കുകയാണ്. കാത്തിരിക്കൂ സിനിമയുടെ ശനി ഞായർ കളക്ഷൻ എല്ലാം തന്നെ അറിയാനായിട്ട്.